നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷ്നി, ഡയറക്ടർ ആയുർ പരബ്രഹ്മ ഹോസ്പിറ്റൽ, ഓച്ചിറ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രസവരക്ഷയുടെ യൂണിറ്റ് കൂടെ പ്രവർത്തിക്കുകയാണ്. പ്രസവരക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് ഇപ്പം ഭയങ്കര കോൺട്രവേഴ്സീസ് ആണ്. പ്രസവരക്ഷ എടുക്കണോ, കുട്ടീനെ വെള്ളത്തിലൊക്കെ കുളിപ്പിക്കണോ എന്നൊക്കെയുള്ളത് എല്ലാവർക്കും ഭയങ്കര സംശയം. ഇതിൻ്റെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ അതോ ദോഷമാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ പ്രസവരക്ഷ കൃത്യമായി പ്രസവരക്ഷയെക്കുറിച്ചൊരു അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് എൻ്റെ ഈ ഒരു സീരീസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രസവരക്ഷ എന്ന് പറയുന്നത് നമ്മളിപ്പം സ്ത്രീകൾ ഒരു പ്രസവ സമയത്ത് അല്ലെ പ്രഗ്നൻസി പീരീഡിൽ വലിയ ചേഞ്ചസ് ആണ് അവരുടെ ഫിസിയോളജിക്കലി, അതുപോലെ സ്ട്രക്ചർ, അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പിൽ, സ്ട്രക്ചറിൽ, അതുപോലെ തന്നെ അവരുടെ ശരീര അവയവങ്ങളുടെ കർമ്മങ്ങളിലും ഫിസിയോളജിയിലും ഒക്കെ വ്യത്യാസം വന്ന് ഡെലിവറിക്ക് ശേഷവും ഇതുപോലെ കുറേ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം, അപ്പോൾ പ്രസവത്തിന് ശേഷം സ്ത്രീകളെ പ്രോപ്പറായി കെയർ ചെയ്യുക എന്നത് ഈ സ്ത്രീകളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രസവരക്ഷയുടെ പ്രാധാന്യവും അത് തന്നെയാണ്. വളരെ ആരോഗ്യ മേഖലയിൽ ഒത്തിരി പിന്നിൽ നിൽക്കുന്ന പല രാഷ്ട്രങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോലും ചില സംസ്ഥാനങ്ങളിൽ പ്രസവരക്ഷയുടെ പ്രോപ്പറായ പ്രസവരക്ഷയുടെ അഭാവം മൂലം മെറ്റേണൽ ഡെത്ത്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞുള്ള അമ്മമാരുടെ മരണം സംഭവിക്കാറുണ്ട്. പ്രോപ്പറായ പോഷകം ആയ ആഹാരമില്ലായ്മ കൊണ്ട്, ഹൈജീനിലുള്ള പ്രശ്നം കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നം കൊണ്ട്, ഈവൻ മെൻ്റൽ ഇഷ്യൂസ് പോലും അവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. നമ്മളുടെ കേരളം പോലെയുള്ള ആരോഗ്യപരമായി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്രയധികം അതൊരു വിഷയമായി വരാത്തതിന് കാരണം സ്ത്രീകളുടെ ആരോഗ്യം നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും അതുപോലെ ഇത്തരം പ്രസവരക്ഷയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതും കൊണ്ടാണ്. അപ്പോൾ പ്രസവരക്ഷ എന്ന് പറയുന്നത് ഏകദേശം പ്രസവത്തിന് ശേഷം 1.5 മാസം വരെ, ഏകദേശം 45 ദിവസം അല്ലെങ്കിൽ 6 ആഴ്ച വരെ കൊടുക്കുന്ന കെയറാണ്. അതിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് അതിനെയാണ് നോർമൽ പെർപ്യൂറിയം പീരീഡ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് യൂട്രസ് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മാറി അതിൻ്റെ പണ്ട് ഇരുന്നത് പോലെയുള്ള നോർമൽ യൂട്രൈൻ ഇൻവല്യൂഷൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ 1.5 മാസം. ആയുർവേദത്തിൽ സുശ്രുത സംഹിത, ചരക സംഹിത പോലെയുള്ള പുസ്തകങ്ങളിലും സംഹിതകളിലും ഇതേപോലെ തന്നെ 1.5 മാസമാണ് സൂതിക പരിപാലനത്തെക്കുറിച്ച് പറയുന്നത്. അതായത് അത്രയും വിശദമായി തന്നെ ആയുർവേദം സൂതികയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് വേദുകുളി അല്ലെങ്കിൽ വേദിട്ട വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ചില ഈ പ്രസവം നോക്കാനായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ, അതായത് മിഡ്വൈഫ്സ് അല്ലെങ്കിൽ ആയമാർ, അവർ ഒരു പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ തിളച്ച വെള്ളം കോരി ഒഴിക്കുന്ന ചില ശീലങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇത് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആയ ഒരു കാര്യമല്ല. പ്രസവത്തിന് ശേഷം അവർക്കുണ്ടാകുന്ന വാതകോപത്തെ അല്ലെങ്കിൽ വേദനയെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൃദുവായ ചൂടിൽ, അതായത് തിളപ്പിച്ച് ആറിയ വെള്ളം മൃദു ഉഷ്ണത്തിൽ ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അതിനോടൊപ്പം വാദശമനത്തിന് വേണ്ടി ചില ഔഷധ സസ്യങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം, അതാണ് വെന്ത വെള്ളമാണ് ഈ വേദുകുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പലയിടത്തും പല പല മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് എരിക്കല ഇട്ട് തിളപ്പിക്കാറുണ്ട്, നാൽപ്പാമരം ഇട്ട് തിളപ്പിക്കാറുണ്ട്, ചിരട്ടയിട്ട് തിളപ്പിക്കാറുണ്ട്. ഇത് ഏതൊക്കെ ഔഷധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ഓരോ വ്യക്തിയുടെയും ശരീരഘടനയും അവരുടെ ആരോഗ്യനിലയും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസോ അങ്ങനെ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസൃതമായി നമ്മൾ മരുന്നിൻ്റെ ഇലകളിൽ മാറ്റം വയ്ക്കാറുണ്ട്. അല്ലാതെ കണ്ണി കാണുന്ന എല്ലാ മരുന്നുകളും കൂടിയിട്ട് തിളപ്പിച്ച് അതിട്ട് കുളിപ്പിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഈ വേദകുളിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, ശരിക്കും പ്രസവം കഴിഞ്ഞൊരു സ്ത്രീ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ആമാവസ്ഥയിൽ നിന്നാണ് പറയുക, മൊത്തം ഒരു നീര് പിടിച്ചിരിക്കുന്ന ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ സമയത്ത് ചെറിയ ചൂടോടുകൂടി വാദശമനമായ മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുന്നത് അവരുടെ മസിൽ സ്പാസം കുറയ്ക്കാനും അതിനനുസരിച്ച് അവർക്ക് വേദന കുറയാനും അവർക്ക് കുറേ ഉന്മേഷമുണ്ടാകുവാനും ഒക്കെ സഹായിക്കുന്നു. അത് പ്രസവരക്ഷയുടെ ഒരു പ്രധാന ഘടകമാണ്. പ്രസവത്തിന് ശേഷം അരിഷ്ടാശ്രമങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ച് ഇവർക്കും സംശയമാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യഘടന അനുസരിച്ച് മാത്രമായിരിക്കണം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങൾ സാധാരണ
ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ദഹന വ്യവസ്ഥ, അവരുടെ ബവൽ, അതായത് അവർക്ക് മോഷൻ കോൺസ്റ്റിപ്പേറ്റഡ് ആണോ, അവർക്ക് അർശസിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ലൂസ് ബവൽ ഡയറിയ ഉണ്ടോ, അതുപോലെ തന്നെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഡയബറ്റിസ് ഉണ്ടായിരുന്നു പ്രസവ സമയത്ത്, ഇങ്ങനെ പല കാരണങ്ങൾ, അവർക്ക് വണ്ണമുണ്ടോ, മെലിഞ്ഞതാണോ, അതോ അവർക്ക് പല മാതിരിയുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ്. അതുപോലെ അവർക്ക് രക്തസ്രാവം, ലോക്കിയ എന്ന് പറയും, അത് എത്രത്തോളമുണ്ട്, ഹെവി ആണോ കുറവാണോ, അതൊക്കെ നോക്കിയും, അതുപോലെ തന്നെ അവരുടെ യൂട്രസിൻ്റെ സ്ഥിതി നമ്മൾ പാൽപേറ്റ് ചെയ്ത് തൊട്ട് നോക്കിയൊക്കെ അതെല്ലാം ശേഷമാണ് നമ്മൾ ഏത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ എപ്പോൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നവരുടെ ദഹനസ്ഥിതിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ ദഹനം ക്രമീകരിക്കുവാനും റെഗുലേറ്റ് ചെയ്യാനും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള മരുന്നുകൾ ആണ് കൊടുക്കുക. അതിനു വേണ്ടിയാണ് ഗർഭാശയ ശോധനവും അതുപോലെ തന്നെ ദഹനത്തെ കൂട്ടാനും ഒക്കെ ആയിട്ടാണ് ഈ അരിഷ്ടാസവങ്ങൾ കൊടുക്കുന്നത്. അത് ഓരോരുത്തർക്കും അനുസരിച്ച് എപ്പോഴും ഒരു ദശമൂല ജീരകം കോമ്പിനേഷൻ എടുത്ത് ആദ്യമേ കൊണ്ടുവയ്ക്കുക എന്നത് ഉത്തമമല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡോസ് പലരിലും പിത്തപ്രകൃതിയായിട്ടുള്ളവരൊക്കെ അരിഷ്ടം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ പല കോംപ്ലിക്കേഷൻസും വേണമെങ്കിൽ വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായി ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക, അതിൻ്റെ ഡോസ് കറക്റ്റ് ചെയ്യുക. തീർച്ചയായും ദഹനത്തെ കൂട്ടുന്നതും അഗ്നിദീപനവും അതുപോലെ തന്നെ ഗർഭാശയ ശോധകവുമായ മരുന്നുകൾ, അരിഷ്ടാസവങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അത് കൃത്യമായി ഉപയോഗിക്കുമ്പോൾ യാതൊരു പ്രശ്നവും വരാറില്ല. പലപ്പോഴും ഉള്ളൊരു സംശയമാണ് ഈ പ്രസവശേഷമുള്ള വയറ് ചാടുന്നതിന് ഈ വയറ് വലിച്ചു കെട്ടുന്നൊരു സമ്പ്രദായം. അതിനെക്കുറിച്ചും ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. പലരും അത് കെട്ടരുതെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്നാലിത് വലിച്ചു കെട്ടിയില്ലെങ്കിൽ വയറ് ചാടുമെന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട്. ഈ അബ്ഡോമൻ ബൈൻഡിങ് അല്ലെങ്കിൽ ഈ വയറ് വലിച്ചു കെട്ടുന്ന വിബന്ധം എന്ന് പറയുന്ന ബന്ധനം അല്ലെങ്കിൽ ഒരു ബാൻഡേജിങ് ടെക്നിക്കാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. അബ്ഡോമൻ ബൈൻഡേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഇതൊരിക്കലും വയറ് ചാടുന്നത് തള്ളാൻ അല്ലെങ്കിൽ ആ വയറു ചാട്ടം മാറ്റാനോ ഒന്നുമല്ല നമ്മളിവിടെ ചെയ്യാറ്. ഇത് ശരിക്കും ഒരു അബ്ഡോമനിൽ ഇരിക്കുന്ന യൂട്രസ് പതിയെ അത് പെൽവിസിലേക്ക് പോവുകയാണ്. സാധാരണ ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 1.5 മാസ സമയം കൊണ്ട് ഓരോ ദിവസവും ഒരു 1.5-2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് യൂട്രസ് ചുരുങ്ങി അത് പെൽവിസിനകത്തേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് അബ്ഡോമനിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ആ സമയത്തുണ്ടാകുന്ന വായുകോപത്തെ ഒന്ന് പ്രതിരോധിക്കുവാനും അതിനോടൊപ്പം തന്നെ ഈ സമയത്ത് ഈ സ്ത്രീ പ്രസവ സമയത്തെ ആ ഒരു ഫ്രണ്ടിലെ ആ അബ്ഡോമൻ്റെ വെയിറ്റ് ലോഡൊക്കെ കൊണ്ട് ഒരു ചെറിയ നടുവിനൊരു ലംബാർ ലോഡോസിസ് എന്നൊക്കെ പറയും, നടുവിനൊരു ചെറിയ വളവ് വരാനും, നേരത്തെ തന്നെ നടുവിന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാനും ഒക്കെ കാരണമാകാറുണ്ട്. ആ പേശികളെ സപ്പോർട്ട് ചെയ്യുവാനും നടുവിനുള്ള ബലത്തിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബ്ഡോമൻ ബൈൻഡിങ് ചെയ്യുന്നത്. അത് ചെയ്തതുകൊണ്ട് മാത്രം വയർ ഒതുങ്ങുമെന്നോ അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ വയറ് ചാടുമെന്നോ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അബ്ഡോമൻ മസിൽസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെങ്കിലും പ്രോപ്പറായിട്ട് അബ്ഡോമൻ ടൈറ്റനിങ് നടക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം അബ്ഡോമൻ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. പ്രസവാനന്തരം എത്ര നാൾ വരെ റെസ്റ്റ് എടുക്കണം എന്നുള്ളതിൽ എല്ലാവർക്കും വളരെ സംശയമാണ്. ആദ്യത്തെ 1.5 മാസം കൃത്യമായ റെസ്റ്റ് എടുത്തിരിക്കണം. ആ സമയത്ത് നമ്മൾ കൂടുതൽ നേരം കിടന്നുള്ള റെസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾ തീരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രസ്റ്റ് വോക്ക് നടക്കുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ വെയിറ്റുള്ള സാധനങ്ങൾ, ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ ചെയ്യണം. കൂടുതൽ യൂട്രസ് പ്രൊലാപ്സ് വരാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ രക്തം പോകുന്നത് കുറഞ്ഞു വരും. രക്തസ്രാവം, ലോക്കിയയുടെ ഒരു അളവ് കുറയുന്നതനുസരിച്ച് ചെറിയ യോഗാസനങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഭുജംഗാസനം, പവനമുക്താസനം പോലെയുള്ള ആസനങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അബ്ഡോമിനൽ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രസവത്തിന് ശേഷം എപ്പോഴാണ് ബന്ധപ്പെടുക എന്നുള്ളൊരു സംശയമൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ 1.5 മാസം കംപ്ലീറ്റ്ലി അത് ചെയ്യാൻ പാടുള്ളതല്ല.
ഈ സമയങ്ങളിൽ പാല് കൊടുക്കാൻ വേണ്ടി ഒത്തിരി സമയം നമ്മൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ല് നിവർന്നിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിന് ഒന്നെങ്കിൽ കട്ടിൽ ഭിത്തിയോട് ചേർത്തിട്ട് ഒരു പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ അത് നമ്മുടെ ബട്ടക്സ് ബോർഡറിൽ ടച്ച് ചെയ്ത് തന്നെ ആ പില്ലോയിൽ ടച്ച് ചെയ്ത് നല്ല നിവർന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു അതിനനുസൃതമായൊരു കസേര അറേഞ്ച് ചെയ്ത് തന്നെ ഇരിക്കുക. അതുപോലെ കിടക്കുന്ന സമയത്ത് കാലിന്മേൽ കാല് കയറ്റി വെച്ച് കിടക്കുന്നതും അവോയ്ഡ് ചെയ്യുക. അത് ലോ ബാക്ക് ഏക്ക് വരാനുള്ള നടുവുവേദന ഭാവിയിൽ വരാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രസവരക്ഷയും അതുപോലെ പ്രസവത്തിന് ശേഷം കുട്ടിയെ പരിപാലിക്കേണ്ട രീതികളെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുകയാണ് ഈ സീരീസിൽ. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ആരോഗ്യപരമായ വിവരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.